വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളൊക്കെ നിരന്തരം നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. CCTV-യിലെ പുലിയുടെയും ആനയുടെയൊക്കെ ദൃശ്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അതിനിടയിലാണ് മലപ്പുറം കീഴുപറമ്പ് നിന്ന് മറ്റൊരു വാർത്ത വരുന്നത്. അവിടെ കീഴുപറമ്പ് കുനിയിൽ അജ്ഞാത ജീവിയുടെ ആക്രമണമാണെന്നാണ് പരാതി വരുന്നത്. പ്രദേശത്തെ വീടുകളിലെ വളർത്തു മൃഗങ്ങളെ കൊന്നിരിക്കുന്നു. തെരുവ് നായകൾക്ക് നേരെയും ആക്രമണം ഉണ്ടായിട്ടുണ്ട്. പഞ്ചായത്ത് അടിയന്തര യോഗം വിളിച്ചു ചേർത്തു. ജംഷീർ കൊടിഞ്ഞി വിവരങ്ങൾ നൽകും. ജംഷീർ, ഈ വളർത്തു മൃഗങ്ങളൊക്കെ ചത്തുകിടക്കുന്നതിന്റെ ദൃശ്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ എന്താണ് സംശയം? ജിൽസി, കഴിഞ്ഞ ഒരാഴ്ചയായി ഈ ജീവിയുടെ ആക്രമണം ഉണ്ടെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ഈ കീഴുപറമ്പ് പഞ്ചായത്തിലെ കുനിയിൽ വാതിന്നൂർ പ്രദേശത്തെ നിരവധി വീടുകളിൽ വളർത്തുമൃഗങ്ങളെയാണ് ഇപ്പോൾ ഈ അജ്ഞാത ജീവി ആക്രമിച്ചിട്ടുള്ളത്. മാത്രമല്ല തെരുവ് നായ്ക്കളെയും ആക്രമിച്ചു കൊന്നതായി നാട്ടുകാർ പറയുന്നുണ്ട്. പ്രദേശത്തെ ആട്, കോഴി ഉൾപ്പെടെയുള്ള മൃഗങ്ങളെ, വളർത്തുമൃഗങ്ങൾ ഉൾപ്പെടെ കൊന്നിട്ടുണ്ട്. നിരവധി കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശമാണ്. അവിടെയാണ് ഇത്തരത്തിൽ ഒരു അജ്ഞാത ജീവിയുടെ ആക്രമണം ഉണ്ടായത്. അത് ഈ ജീവി ഏതാണ് എന്നത് സംബന്ധിച്ച് ഒരു വ്യക്തത ഇല്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രശ്നം. ഏതായാലും ജനപ്രതിനിധികളും നാട്ടുകാരും ഒക്കെ വിവരം അറിയിച്ചതിനെ തുടർന്ന്, വനവകുപ്പിനെ വിവരം അറിയിച്ചതിനെ തുടർന്ന് RRT സംഘങ്ങൾ പ്രദേശത്തെത്തി തിരച്ചിൽ നടത്തിയെങ്കിലും ഈ ജീവി ഏതാണെന്നോ അല്ലെങ്കിൽ ജീവി ഏത് തരത്തിൽപ്പെട്ട ജീവിയാണെന്നോ സംബന്ധിച്ചൊരു വ്യക്തത ഇപ്പോഴും വന്നിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയുണ്ട്. പ്രത്യേകിച്ച് രാത്രികാലങ്ങളിൽ ആളുകളൊക്കെ പുറത്തിറങ്ങുന്ന ഒരു പ്രദേശം കൂടിയാണ്. ഇനി ഏതെങ്കിലും വന്യജീവികളാണോ മറ്റോ ആണോ എന്ന് സംബന്ധിച്ചൊരു വ്യക്തതയില്ല. അത്തരത്തിലുള്ള ഒരു ആശങ്ക കൂടി പ്രദേശവാസികൾക്കുണ്ട്. ഏതായാലും ഈ ചത്ത വളർത്തുമൃഗങ്ങളുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി വരേണ്ടതുണ്ട്. ഏത് ജീവിയുടെ ആക്രമണമാണ് ഉണ്ടായത് സംബന്ധിച്ച് ഒരു വ്യക്തത വരാൻ, അത് വന്നതിന് ശേഷം ഒരു വ്യക്തത ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് നാളെ ഒരു അടിയന്തര യോഗം പഞ്ചായത്തിൽ വിളിച്ചു ചേർത്തിട്ടുണ്ട്. കൃത്യമായ ഒരു ആളുകളുടെ ആശങ്ക അകറ്റാൻ വേണ്ട നടപടികൾ അതിൽ സ്വീകരിക്കുമെന്നുള്ളത് തന്നെയാണ് പഞ്ചായത്ത് അധികൃതർ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്.